ഏകദേശം 5:30 ആവാറായപ്പോഴാണ് ഞാനും അമ്മയും കൂടി മണപ്പുറത്തോട്ട് പോയത്. ഞങ്ങൾ ചെന്നത് ഒരു സൂര്യാസ്തമയ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളവിടെ പാലത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങൾ കടകളിലോട്ട് പോയി. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ കുപ്പിവളകളുണ്ടായിരുന്നു. നേരത്തെ കണ്ട കുപ്പിവളയില്ലേ, അതിൻ്റെ പേര് സ്കൈല ബോൾ എന്നാണ് എൻ്റെ അടുത്ത് അമ്മയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കരിവള വാങ്ങാൻ പോയി. മണപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു കരിവള മസ്റ്റാണല്ലോ. കരിവള വാങ്ങാൻ ചെന്നിടത്തും ഇഷ്ടംപോലെ വളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മെയിൻലി ഈ വള അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ലൈക്ക് ബാൻഡുകൾ, ചെയിൻസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ബീഡ്സിൻ്റെ ഒക്കെ നല്ല മുത്തിൻ്റെ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബാഗൊക്കെ നോക്കാൻ പോയി. നേരത്തെ കണ്ട കുഞ്ഞ് ബാഗില്ലേ, അതിനും ഈ വലിയ ബാഗിനും 200 രൂപ തന്നെയാണ്. ഞങ്ങൾ എന്നിട്ട് ആ വലിയ ബാഗ് എടുത്തു. പിന്നെ അവിടെ പൂക്കളുടെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. കമ്മലുകളുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന കമ്മലുകൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. പിന്നെ കുറേ സ്റ്റഡുകളുണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് സ്റ്റഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ജിമിക്കി കമ്മലുകളുണ്ടായിരുന്നു. കുഞ്ഞ് ജിമിക്കികളായിരുന്നു. അത് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് 20-30 റുപ്പീസൊക്കെ ആയിരുന്നു. ഈ കണ്ട സ്റ്റഡിനൊക്കെ 25 സംതിങ് ഒക്കെ ആയിരുന്നു. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ചെറിയുടെ സ്റ്റഡ് കണ്ടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറി കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്ന ബോളില്ലേ, അത് രാത്രി തിളങ്ങുന്ന തരത്തിലുള്ളതാണ്. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് വാങ്ങുമായിരുന്നു. പിന്നെ പെന്നുകൾ, പെൻസിൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ കാണുന്ന കീ ചെയിനില്ലേ, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു അരിമണിയാണ്. അതിൻ്റെ ഉള്ളിൽ പേര് എഴുതാൻ പറ്റും. പിന്നെ അവിടെ പേപ്പർ സോപ്പ്, മാർക്കർ, പെൻസിൽസ്, അങ്ങനെ കുറേ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് നീങ്ങി. പപ്പടം കണ്ടോ, എന്ത് വലുതാന്ന് നോക്ക്. അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ മസാലയുടെ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ അവിടെ കുറേ റൈഡുകളുണ്ടായിരുന്നു. യന്ത്രൂഞ്ഞാലുണ്ടായിരുന്നു. സ്കൈ റൈഡെന്നും പറയും. സാധാരണ ഒരെണ്ണം ഉണ്ടാവാറുള്ളൂ. ഈ പ്രാവശ്യം 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണയേക്കാൾ കുറവായിരുന്നു ഈ പ്രാവശ്യം തിരക്ക്. ഞങ്ങൾ അത് വെറുതെ നോക്കി നിന്നു. രാത്രി നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റൊക്കെ വച്ചിട്ട് രാത്രി ആ ഒരു ലൈറ്റും എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് കേട്ടോ മരണക്കിണർ. അതിൻ്റെ ഉള്ളിൽ കുറേ വണ്ടികളിങ്ങനെ ഭയങ്കര സൗണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന റൈഡ്സാട്ടോ. ഈ വണ്ടർലയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷനായിരുന്നു ഈ ഗൊറില്ല. അവിടെ വന്നവരും പോണവരും ഒക്കെ ഈ ഗൊറില്ലയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വെറുതെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവിടെ ഗുണാക്കേവ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് കുറേ സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയില്ല. കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ മണപ്പുറം വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. ഫുള്ളി കാർപ്പറ്റഡ് ആയിരുന്നു. പൊടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് സ്റ്റോൾസൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഓർഗനൈസ്ഡ് ആയിരുന്നു. കൂപ്പൺ സിസ്റ്റം ആയിരുന്നു. കൂപ്പൺ എടുക്കുക, എന്നിട്ട് പോയി ഫുഡ് വാങ്ങുക, അങ്ങനെയൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. പക്ഷേ സ്റ്റോളുകളുടെ എണ്ണം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.